സമയം 8:30 മണിയായല്ലോ. ആ ശിബു കള്ള ഹിമാറിനെ കാണുന്നില്ല. ഓൻ ഇന്നലെ കൂലിപ്പണിന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ട്. ഓൻ എന്തെങ്കിലും ഉടായിപ്പായിട്ട് കളിക്കുന്നു. അല്ലോ അപ്പൂക്ക ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് പോന്നോ? എവിടെ ഏത് അടുപ്പ് പോയി കിടക്കേനി ഇതേരെ? അല്ല, ഞാൻ ഇവിടെ 7 മണിക്ക് കാത്തിക്കുന്നുണ്ട്. ഇപ്പം 8:30 മണിയായില്ലേ? തളപ്പൊന്നും എടുക്കാതെ അങ്ങോട്ട് കയ്യും വീശി പോന്ന് കൈ. എന്താണ് വാപ്പുക്ക ഞങ്ങൾ പറയണ്ടേ? രാവിലെ നീറ്റ് പല്ലേച്ച് ചായയൊക്കെ കുടിക്കണ്ടേ? തളപ്പിൻ്റെ കഥയൊന്നും പറയണ്ട. ഇന്നലെ ഞാൻ ഉത്തരത്തിൽ തൂക്കിയിട്ടതേനി. അതൊക്കെ കൂടി എലി കരണ്ടും കണ്ട് പൊട്ടാനായി പോയി. അപ്പം ഞാനിത് അച്ഛൻ്റെ മുണ്ട് കൊടുത്ത് കൊണ്ട് പോന്നാ. അല്ല, ഇത് കീമന്നാട് തുടങ്ങല്ലേ? ആൻ്റെ മുണ്ടിട്ട് നിരങ്ങി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കണ്ടത്തുള്ളൊക്കെ അവിടെ വലിച്ചു ചെയ്യോ? തൊന്തപ്പോൾ ഈ പറമ്പ് മുഴുവനെ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വലിപ്പിച്ചുള്ള പരിപാടിയാണല്ലോ. എന്ത് വർത്താന വാപ്പുക്ക ഞങ്ങൾ പറയുന്നത്? ഷിബുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ തളപ്പില്ലാണ്ട് കയറുന്ന ആളല്ലേ. ഈ നാട്ടുകാർക്ക് മീൻ അറിയാം. അതല്ല ഇപ്പോൾ കുഴപ്പം. എൻ്റെ വയറിന് ഒരു ചെറിയൊരു ശങ്ക. ഞാൻ ഇപ്പം പോയിട്ടൊന്ന് പെട്ടെന്ന് വരാം കേട്ടോ. പാപ്പുക്ക ഇപ്പോൾ വരാം. അവിടെ നിൽക്ക്, പോകല്ലേ. ആൻ്റെ വീടും വയസ്സൊക്കെ ആൻ്റെ അടുത്താണ് വെച്ചാൽ മതി. അത് വാപ്പൂൻ്റെ അടുത്ത് എടുക്കണ്ട. ഈ കണ്ടം മൊത്തം വലിച്ചിട്ട് അന്നാട് വിടുകയുള്ളൂ. കോഴാൻ്റെ കൂടെ ചായ ഏൽപ്പിച്ചില്ലടാ എനിക്ക്. ഞാൻ കയറി കുടുങ്ങി. അല്ല പാപ്പുക്ക, നമുക്ക് ഈ നാട് തുടങ്ങല്ലേ? ആട് കയറി കൂടെ. വാപ്പുക്ക നിങ്ങൾ വെള്ളം എന്തൊക്കെ കൊണ്ടുവന്നിനോ? അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാനായോ? ഒരു 20 തെങ്ങ് കൂടി മേടിച്ചാൽ സൈഡായിട്ട് കഴിയൂലേ? ഞാൻ അതിൻ്റെ വെള്ളമായിട്ട് കയറിക്കോ. ഈ തന്തന്നെ പട്ടീനെ പോലെ പണിയെടുപ്പിക്കാണല്ലോ. ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണം. ബാപ്പുക്ക, ആ വീണ തേങ്ങന്ന് വളഞ്ഞിക്കണ നോക്കി നിങ്ങൾ. നിങ്ങൾക്കുള്ള പണി ഞാൻ അപ്പം തരാം. കാറ്റ് പോയോ? ബാബുക്ക തട്ടിപ്പോയില്ല. സമാധാനായി. പന്ത്രണ്ട് മണിയായിട്ട് ചായയും പേടിച്ചിട്ടാണ്ട് അവിടെ കടക്കിങ്ങൾ. ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം. ചായ കുടിച്ചില്ലെങ്കിലും മേടില്ല. മനുഷ്യരൊരു സ്വസ്ഥത. ഒന്ന് കൈയും കാലം നൂർത്താൻ കഴിഞ്ഞാൽ ഒന്നടി ദിവസം നേരം കിടന്നോട്ട് ഉറങ്ങാം. സമയം 3 മണിയല്ലോ. നല്ല പോവല്ലേ? ഇയാൾ എന്തോ ഉറക്കാ ഉറങ്ങണത്? ഇങ്ങനെയാണോ 1:30 പണിയാക്കി? ഇനി നല്ലപോലെക്കാട് മാറ്റിക്കുക. ബാപ്പുക്ക എന്തോ ഉറക്കാ ബാപ്പുക്ക നിങ്ങള്? സിബോ ചന്ദ്രാട എന്റെ പറയൊക്കെ ഒരു മട്ടോളെ പറമ്പ് കഴിഞ്ഞത് പുല്ലിൻ്റെ അകത്തൊക്കെ ഒടുക്കത്തെ പ്രാണി ചോറിഞ്ഞിട്ട് കഴിയല്ലോ. ഞാൻ ഈ കാണാൻ പറമ്പ് മൊത്തം എല്ലാ തെങ്ങ് ഞാൻ വലിച്ചു നിൽക്കണ്ടോ? നിന്നെ കായും എടുത്തേക്കാണ് എനിക്കാണ്ട് പോവേനി. അല്ലടോ, എനിക്ക് ചായ പിടിക്കണ്ടേ? അരപ്പണീൻ്റെ പൈസ മതിയോ? ആ പൈസ എത്രയാ പറഞ്ഞേ? എന്ത് വർത്താന ബാപ്പുക്ക നിങ്ങൾ പറയുന്നത്? ഇത്രയും പണി എടുത്തിട്ട്
പകുതി കൂലിയോ? നമ്മൾ ചായ കുടിച്ച് വന്നേരല്ലേ നിങ്ങൾ ആ തെങ്ങിൻ്റെ തൊട്ട് കിടന്നുറങ്ങിയത്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ല. നിങ്ങൾ ഈ അംഗനവാടി കുട്ടികൾക്ക് ഉപ്പുമാവ് നിന്ന് കിടന്നുറങ്ങാതെ ഉറങ്ങിയിട്ട് ഇപ്പം 3 മണിക്ക് പുരക്കാർ വരുന്ന നേരം വിളിച്ചുണർത്തിയപ്പോൾ നിങ്ങളെ ഉറങ്ങിയാ ഞാൻ അങ്ങനെയാണോ? ഇപ്പം നിങ്ങൾ എനിക്ക് അരപ്പണീൻ്റെ കൂലി തരിക. ഈ പറമ്പിലെ എല്ലാ തെങ്ങും ഞാൻ വലിച്ചു കഴിഞ്ഞ് ഞാൻ കൂലിപ്പണിയായി എടുത്തിട്ട് ഞാൻ അത്രയും വലിച്ചു തീർത്തില്ലേ. നിങ്ങൾ 1200 റുപ്യ കായ് ഇങ്ങോട്ട് കിടക്കി, ഞാൻ പോട്ടെ. 3 മണി ആയിക്കണില്ലേ? 100 100 100 200. ആ ഇത് വെച്ചോ, ആ കയ്യിൽ വെച്ചോട്ടോ. ചായ ഒക്കെ കുടിച്ചതല്ലേ, എന്നാലേ ഇത് പോയിക്കോട്ടോ. വാപ്പുക്ക അത് 1100 വാപ്പുക്ക. അതല്ല മലാലെ, ഞാൻ ചായ കുടിച്ചെന്ന് പറഞ്ഞ് ചായൻ്റെ 100 ഞാനായിട്ട് കുറച്ചേക്കണ്. അല്ലേ ഇയാൾ പോയിക്കോ. കുഴപ്പമില്ല, 1200 1200 യാത്ര പണിയെടുത്തുക്കണം. അത് മതി.